ഹലോ നമസ്കാരം. ഓസ്ട്രേലിയയിൽ കുമ്പസാരിച്ച് പോലീസ് പിടിയിലായി ഒരു മലയാളി. ഞാൻ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ വിചാരിക്കും, എടാ ഇവൻ എന്ത് കോപ്പ് വർത്താനായി പറയുന്നതല്ലേ? അതെ, ശരിയാണ്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇപ്പം പറയുന്ന കള്ളമാണ്, അല്ലെങ്കിൽ വെറുതെ റീച്ച് കൂട്ടാനാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കമന്റ് ചെയ്യേണ്ട. കമന്റ് ചെയ്താൽ എനിക്ക് അഡീഷണൽ ഓരോ ഡോളർ അഡീഷണൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കേട്ടിട്ട് മാത്രം കമന്റ് ചെയ്യാം. ഒരു യുവാവ്, ഞാൻ പേരും ഡീറ്റെയിലും പറയുന്നില്ല, കാരണം ഇത് ഓസ്ട്രേലിയയിൽ പലർക്കും അറിയാവുന്ന സംഭവമാണ്, കേസായ ഒരു സംഭവമാണ്, ഒറിജിനലായിട്ട് കോടതി വിധി വന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പേരും ഡീറ്റെയിൽസോ കൃത്യ സ്ഥലവും ഞാൻ പറയില്ല. പറഞ്ഞാൽ കുറേ പേർക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സംഭവം ഇതാണ്. ഇദ്ദേഹം ഒരു ദിവസം ഒരു തെറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഒരു പോക്സോ കേസ്, ഒരു ബാലപീഡനം. ഇത് കുറേ നാൾ പുള്ളി മറച്ചു വെച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം ഇയാൾക്കൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ പുള്ളി വിചാരിച്ച് അതോടുകൂടി ജീവിതം തീരുവാണ്, ഇനി മരിക്കുന്നതിന് മുമ്പ് എന്തായാലും സത്യം പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ആ തെറ്റ് ചെയ്തത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഭാര്യ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളിക്കാരി പോയിട്ട് അച്ഛനോട് കുമ്പസാരിച്ചു. കുർബാനയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയ സമയത്ത് വീട് നിറയും പോലീസ്. ചേട്ടനെ കയ്യോടെ പിടിച്ചുകൊണ്ട് പോയി. കോടതി വിധി വന്നു. കുറച്ച് വർഷത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചു. വലിയൊരു ഫൈൻ വന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പുള്ളിക്കാരി നാട്ടുകാരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് പള്ളിയിലെ വികാരി അച്ഛനോട് കുമ്പസാരിച്ച ഒരു കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയ 2019 ഒരു നിയമം പാസ്സാക്കിയിരുന്നു. ചൈൽഡ് അബ്യൂസ്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പോക്സോ കേസുകൾ വരുന്ന കേസുകൾ നിർബന്ധമായിട്ടും അത് ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന് $10,000 ഫൈൻ വരും. ഇതാണ് നിയമം. ഇത് ഓസ്ട്രേലിയയിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇല്ല. ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറിയിലും അതുപോലെ ടാസ്മാനിയയിലും സൗത്ത് ഓസ്ട്രേലിയയിലൊക്കെ ഈ നിയമമുണ്ട്. അതിനെതിരെ ഒത്തിരി പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ആ നിയമം മാറിയിട്ടില്ല. ഇപ്പോഴും ആ നിയമമുണ്ട്. ചില സ്റ്റേറ്റുകളൊക്കെ വീണ്ടും ആ നിയമം ആ സ്റ്റേറ്റുകളിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് കേട്ടു. ഇത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അറിഞ്ഞിട്ട് ഒരു തെറ്റ് അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു എന്താ പറയുക, വലിയ പണിഷ്മെന്റ് അച്ഛന് കിട്ടുന്ന ഒരു കുറ്റമായതുകൊണ്ട് ഈ അച്ഛൻ അത് പോലീസിനെ അറിയിച്ചു. ഈ പുള്ളിക്ക് ശിക്ഷ കിട്ടി. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ട് ഓസ്ട്രേലിയയിൽ ആരും കുമ്പസാരിക്കാതിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കുമ്പസാരിക്കാം. പക്ഷേ ഈ ഒരു തെറ്റ്, അതായത് പിള്ളേർക്കെതിരെയുള്ള അബ്യൂസീവായിട്ടുള്ള കാര്യങ്ങൾ കുമ്പസാരിച്ചാൽ അത് ഈ പറഞ്ഞ സ്റ്റേറ്റുകളിൽ, മുമ്പ് പറഞ്ഞ ആ സ്റ്റേറ്റുകളിൽ അത് പോലീസിനെ അറിയിക്കണം എന്ന് തന്നെയാണ് നിയമം. അപ്പോൾ അതിന് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഉള്ള സംഭവമാണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കേസിൻ്റെ വിധി അടക്കം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. താങ്ക്